ഓൾ, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന നമ്മുടെ തക്കാളിയും ഉരുളക്കിഴങ്ങും ഒക്കെ വെച്ചുണ്ടാക്കുന്ന ഒരു ചപ്പാത്തിയാണ് കേട്ടോ, ഒരു പറാത്തയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിനുവേണ്ടി ഞാൻ തക്കാളി നല്ലതുപോലെ വേവിച്ചതാണ് കേട്ടോ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് 7-8 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നമുക്കിതുപോലെ പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് നമുക്കിതുപോലെ ഇങ്ങനെ ചിരണ്ടി എടുക്കാം കേട്ടോ. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിനകത്തൊക്കെ എടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. നമുക്കിതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ കുട്ടികൾക്ക് കൊടുത്തു വിട്ടാൽ ആദ്യം ഉണ്ടാക്കി കുട്ടികൾ കഴിച്ചോളും നല്ലതുപോലെ. ഇത് ഞാൻ ആട്ട എടുത്ത പാത്രമാണ് കേട്ടോ, അതായത് ഗോതമ്പ് പൊടി എടുത്ത പാത്രമാണ്. അതിലേക്ക് ഞാൻ കുറച്ച് നമ്മുടെ മല്ലിപ്പൊടി ഇല്ല അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ, കുട്ടികൾക്കൊക്കെ കൊടുത്തു വിടുവാണെങ്കിൽ. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒരു ഫ്ലേവറിന് വേണ്ടിയാണ്. അതിലേക്ക് കുറച്ച് നമ്മുടെ ആയിമോദകം ഇല്ലേ, അജ്വൈൻ എന്ന് പറയും, അതിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം നമുക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ നമുക്കിതുപോലെ അരിഞ്ഞിട്ട് കൊടുക്കാമേ. കയ്യിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എളുപ്പമാണ്, സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ളു കേട്ടോ. നമുക്ക് എളുപ്പം റെഡിയാക്കി എടുക്കാം. ഉരുളക്കിഴങ്ങ് ഉടഞ്ഞിട്ടില്ലാത്തതൊക്കെ നമുക്ക് ഉടച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ. ചിലതൊക്കെ വലിയ പീസായിട്ട് വീണിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് ആട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ ഗോതമ്പ് പൊടി ഇട്ട് നമുക്കത് ഇളക്കിയെടുക്കാം കേട്ടോ. കുറേശ്ശെ ഇട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇതിന് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ തക്കാളി വേവിച്ച വെള്ളമാണ് കേട്ടോ എടുക്കുന്നത്. ഞാൻ ആദ്യമേ തക്കാളി വേവിച്ചായിരുന്നു, അതിൻ്റെ വെള്ളത്തിലാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത് കേട്ടോ. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ആട്ട എടുത്തിട്ട് നമുക്കിതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ കുറച്ച് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മയത്തിൽ കുഴച്ചെടുക്കാമേ. നല്ലപോലെ അമക്കി നല്ല പ്രസ് ചെയ്ത് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ അമക്കി കുഴച്ച് കൊടുക്കണം. അപ്പം നല്ല രീതിയിൽ തന്നെ നല്ല മയത്തിൽ വരുമേ. ഇപ്പം നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് നമ്മുടെ ആട്ട. ഈ ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇത് വെച്ച് ചപ്പാത്തിയോ പൊറോട്ടയോ എന്ന് വെച്ചാൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഓരോന്നോരോന്നായിട്ട്.
ഇതങ്ങനെ മുറിഞ്ഞു പോവുകയോ പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്യില്ല. നല്ല രീതിയിൽ തന്നെ വരും കേട്ടോ ഷേപ്പിൽ. അത് പാനിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു സൈഡ് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. സാധാ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് എല്ലാം ചുട്ടെടുക്കാം കേട്ടോ. അങ്ങനെ എണ്ണ തടവി കൊടുക്കാം ഒരു സൈഡ്. നല്ലപോലെ പ്രസ് ചെയ്ത് നമുക്കെല്ലാം ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഇത് അമക്കി കൊടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അകം വേവാൻ വേണ്ടിയാണ്. അതിനുശേഷം ഞാനൊരു ട്രയാങ്കിൾ ഷേപ്പിലും ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇത് പൊട്ടിപ്പോത്തൊന്നുമില്ല. അത് ഞാൻ നമ്മുടെ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് പോലെ തന്നെ ചുട്ടെടുക്കുകയാണ്. നല്ല ക്രിസ്പി ആയിട്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തു വിട്ട് നോക്കണം കേട്ടോ. അവർക്ക് എന്തായാലും ഇഷ്ടമാവും. നമുക്ക് പ്രത്യേകിച്ച് കറികടയൊന്നും ആവശ്യമില്ല. അതാ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.